നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. മയ്യനാട് ചന്തമുക്കിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കുന്നതിന് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകി. കെട്ടിടത്തിന് ബലക്ഷയമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 43 വർഷം പഴക്കമുള്ള മയ്യനാട് ചന്തമുക്കിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കുമെന്ന് പഞ്ചായത്ത്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഇവിടെ നിന്നും മാറാനുള്ള നോട്ടീസ് പഞ്ചായത്ത് നൽകി. അതേസമയം കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കാതെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം വ്യാപാരികളും രംഗത്തെത്തി. ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ചില വ്യാപാരികൾ കടകൾ ഒഴിയാൻ തയ്യാറായിട്ടില്ല. എന്നാൽ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത്. അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ 1 കോടി രൂപയോളം ചെലവ് വരും. അതിനാൽ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാതെ അറ്റകുറ്റപ്പണി നടത്തി നിലനിർത്തണമെന്ന വ്യാപാരികളുടെ വാദം അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ബലക്ഷയമുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച പശ്ചാത്തലത്തിൽ റിസ്ക് ഏറ്റെടുക്കാൻ പഞ്ചായത്തിനാകില്ല വ്യാപാരികളെ അറിയിച്ചിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലെ കോൺക്രീറ്റ് മേൽക്കൂര ഭൂരിഭാഗവും നശിച്ചു. നോട്ടീസ് നൽകിയിട്ടും മാറാൻ തയ്യാറാകാത്തവർക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കും. 34 കടമുറികളിലും മുകളിലത്തെ നിലയിൽ 10ഓളം ഹാളുകളും ഉൾപ്പെടുന്നതാണ് നിലവിലെ മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ്. പുതുതായി കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ റോഡിന് അഭിമുഖമായി മാത്രമായി ഒറ്റമുറി കെട്ടിടങ്ങളായിരിക്കും നിർമ്മിക്കുക. റോഡിൽ നിന്നും 3 മീറ്റർ ഉള്ളിലായിരിക്കും കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യവും ലഭിക്കും. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നും വായ്പ മുഖേനയും ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമമാണ്. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള കരാർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സലിൽ എവിജിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം. ഈ ബിൽഡിങ്ങിന് ശരിക്കും ബലക്ഷയം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. മുകളിൽ കുറച്ച് 3 സ്ട്രക്ചറായിട്ടാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒരു സ്ട്രക്ചറിന് മാത്രം മുകളിൽ കുറച്ച് ഭാഗത്ത് പ്ലാസ്റ്ററിങ് നടന്നു പോയിട്ടുണ്ട്. അത് മെയിൻ്റനൻസ് നടത്തിയാൽ നിലനിർത്താവുന്നതേ ഉള്ളൂ. അത് മറ്റു ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിങ് പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. ഇവിടുത്തെ പഞ്ചായത്തിലെ എയെ കൊണ്ട് മാത്രമാണ് ഇത് പരിശോധിച്ചിരിക്കുന്നത്. ഇത് ഹയർ അതോറിറ്റിയെ കൊണ്ട് പരിശോധിപ്പിക്കാമെന്ന് സെക്രട്ടറി വാക്ക് തന്നിട്ടും അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ പരിശോധിച്ചിട്ടില്ല. ഈ ബിൽഡിംഗ് കെട്ടിയതിന് ശേഷം ഇന്ന് വരെ മെയിൻ്റനൻസ് നടത്തി. അത് ആ സ്റ്റെയർ കേസിൽ കയറി നോക്കിയാൽ 4 ആസ്പെക്ടർ ഷീറ്റ് ഇടുന്നതിന് ആ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ സ്റ്റെയർ കേസ് മൊത്തം എല്ലാം കയറി ഇടിഞ്ഞു പോകുന്നത്. ഇന്ന് വരെയും ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, മേളിൽ റൂഫ് ബലക്ഷയം എന്ന് പറഞ്ഞ് ഷെയ്ഡിന് ബലക്ഷയം വന്നപ്പോൾ എല്ലാവരും ഷീറ്റ് ഇടുന്നത് കോൺക്രീറ്റിന് മേളിലാണ്. ഇത് കോൺക്രീറ്റിൻ്റെ അടിയിൽ ഷീറ്റ് ഇട്ടേക്കുക. അപ്പോൾ അതെന്തോ അതിൻ്റെ യുക്തിയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കോൺക്രീറ്റ് ബലക്ഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ആ റൂഫ് ചെയ്യും. ഇത് റൂഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കോൺക്രീറ്റിന് അടിയിലായിട്ട് അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർത്തും ഇത് ഇല്ലാതാവണം എന്നുള്ള ഒരു ലാഘവത്തോടുകൂടിയാണോ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്കൊരു സംശയം. വയനാട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 43 വർഷം പഴക്കമുള്ളതും പിന്നെ പലപ്പോഴായിട്ട് പല ഭാഗവും മുകളിലും സൺഷെയ്ഡും ഭിത്തി എല്ലാം ഇടിഞ്ഞു വിടുന്നതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് അൺഫിറ്റും സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ഇല്ലാത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 തവണ വ്യാപാരികളെ നോട്ടീസ് കൊടുത്തു. വേണ്ട 33 കടമുറികളിലായിട്ട് ഏതാണ്ട് 28ഓളം വ്യാപാരികളുണ്ട്. അതിൽ 5 പേര് 7 കടമുറികൾ ഒഴിയുകയും ബാക്കിയുള്ളവർ പലപ്പോഴായിട്ട് ഒരുമിച്ച് ഒഴിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ ബിൽഡിങ്ങിൻ്റെ സുരക്ഷിതത്വവും പൊതുജനങ്ങൾക്ക് വ്യാപാരികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഏതായാലും ഫെബ്രുവരി ആദ്യവാരത്തോടെ ഒഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിർബന്ധ ഒഴിപ്പിക്കലിന് തയ്യാറാകേണ്ടി വരും.